ഇനി 5-ാമത്തെ അധ്യായം, അഥ പഞ്ചമോധ്യായ. മൈത്രേയ ഉവാച. മൈത്രേയ മുനി തുടർന്ന് കഥ വിദുരരോട് പറയുകയാണ്. ദക്ഷപ്രജാപതിയാൽ അവമാനിതയായ ഭവാനീദേവിയുടെ ദേഹനാശത്തെക്കുറിച്ചും യാഗാഗ്നിയിൽ നിന്നുദ്ഭവിച്ച ഋഭുക്കൾ എന്ന പേരുള്ള ദേവന്മാരുടെ ശക്തിവിശേഷത്താൽ തൻ്റെ പാർഷദന്മാരുടെ സൈന്യം പരാജിതരായി പലായനം ചെയ്തതിനെക്കുറിച്ചും ശ്രീ നാരദമുനിയിൽ നിന്നുമറിഞ്ഞ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപാരവും ദുസ്സഹവുമായ കോപത്തെ ധരിച്ചു. ഈ വാർത്തകളൊക്കെ സതീദേവി ദേഹവിയോഗം ചെയ്തതും ഋഭുക്കൾ യാഗാഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ച ഹോമാഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ച ഋഭുക്കൾ എന്ന സേനകൾ, ശക്തിയുള്ള ദേവന്മാർ, ഋഭുക്കൾ എന്ന പേരോടുകൂടിയ ദേവന്മാർ ശിവപാർഷദന്മാരെയും തോൽപ്പിച്ച വിവരം ശ്രീ നാരദമുനി പരമേശ്വരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. നാരദമുനിയുടെ പ്രവൃത്തി ഇതാണ്. ഒരിടത്ത് നടക്കുന്നത് അതേപോലെ വേറൊരിടത്ത് എന്ന് പറയുക. ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു പരദൂഷണം പറച്ചിലായിട്ട് തോന്നിയേക്കാം. ശ്രീ നാരദമുനി പരമേശ്വരൻ്റെ അടുത്ത് ഉടനെ പോയി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നേരിട്ട് സതീദേവി മരിച്ച വിവരം അങ്ങനെ തന്നെ പോയി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? വളരെ പതുക്കെ സമാധാനത്തിൽ പറഞ്ഞാൽ പോരായിരുന്നോ? ശ്രീ നാരദമുനി വിചാരിച്ചിരുന്നുവെങ്കിൽ ശിവകോപം ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ നാരദമുനിയുടെ ഉദ്ദേശം ലോകമംഗളമാണ്. ആ ലോകമംഗളത്തിന് ചിലപ്പോൾ ചില കോപതാപാദികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ലോകത്തുള്ള വിചാരവികാരങ്ങളെല്ലാം ലോകമംഗളത്തിന് ഹാനികരമല്ല. അപ്പം ഈ കഥ നമുക്ക് പല തലത്തിൽ നിന്നും നോക്കിക്കാണാം. ഇപ്പോൾ ഒരു കഥയാണ്, പക്ഷെ ഇതിൽ പല കാര്യങ്ങളും പറയും. വ്യാസഭഗവാൻ അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്യമിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് എഴുതേണ്ടി വന്നേനെ. ഇപ്പം അത്രയൊന്നും എഴുതണ്ട, ഒരു കഥ പറഞ്ഞാൽ മതി. ആ കഥയിൽ ഈ പല താളുകളിലായി നിറയ്ക്കേണ്ടുന്ന തത്വങ്ങളെ മുഴുവൻ ഒതുക്കി വയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് പരദൂഷണം പറച്ചിലല്ല. പ്രത്യക്ഷത്തെ നമുക്കങ്ങനെ തോന്നാം. നമ്മൾ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ നേരിട്ട് ശിവൻ്റെ അടുത്ത് പോയി ഭാര്യ ആത്മഹത്യ ചെയ്തു എന്നും ശിവപാർഷദന്മാരെ മുഴുവൻ യാഗാഗ്നിയിൽ നിന്ന് ഉദ്ഭവിച്ച ദേവന്മാരെ പരാജിതരാക്കി എന്നും ആയിരിക്കില്ലല്ലോ പറയുക. നമ്മൾ പതുക്കെ തഞ്ചമൊക്കെ നോക്കി സമാധാനിപ്പിച്ച് ആണ് നമ്മൾ കാര്യം പറയുക. പക്ഷെ നാരദൻ അങ്ങനെയല്ല. നാരദൻ ലോകമംഗളമാണ് നാരദൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് നാരദന് കൃത്യമായിട്ടറിയാം എന്താ ചെയ്യേണ്ടത്. അറിവിനെ പകർന്നു കൊടുക്കുന്ന ആളാണ് നാരദൻ. ഈ അറിവ് ലോകമംഗളത്തിനുമാണ്. ഇപ്പം ഈ കഥ മറ്റൊരു രീതിയിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പം ഇവിടെ ശിവൻ കോപിഷ്ഠനാകാൻ പോവുകയാണ്. ഇത് കേട്ടാൽ ശിവന് മാത്രമല്ല ആർക്കായാലും കോപം വരും. അപമാനിതയായ ഭാര്യ ആത്മാഹൂതി ചെയ്തു എന്നും തൻ്റെ ആൾക്കാരെ അവിടുന്ന് ഓടിച്ചു എന്നും കേട്ടാൽ ആർക്കാ ദേഷ്യം വരാത്തത്? ശിവനും ദേഷ്യം വന്നു, നമുക്കും ദേഷ്യം വരും. ശിവൻ താണ്ഡവമാടാൻ പോവുകയാണ്. ദുസ്സഹമായ കോപത്തെ ധരിച്ചു. സാധാരണ ദേഷ്യമൊന്നുമല്ല, സഹിക്കാൻ പറ്റാത്ത കോപത്തെ ധരിച്ചു. സഹിക്കാൻ പറ്റാത്ത ദുഃഖം ഉണ്ടായി, സഹിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ടായി. എന്താ ചെയ്യുക? അത് പ്രകടിപ്പിക്കും. സഹിക്കാൻ പറ്റാത്തത് എന്തുണ്ടായാലും അത് പ്രകടിപ്പിക്കും. അപ്പം ദുസ്സഹമായ കോപത്തെ ധരിച്ചു. ആ കോപം പ്രകടമായി. കോപാവിഷ്ഠനായി ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ചാടി എഴുന്നേറ്റ വൻ ജടാഭാരത്തോടു കൂടിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരിഹാസപൂർവം അട്ടഹസിച്ചു. മിന്നൽ പിണർ പോലെയും അഗ്നിജ്വാല പോലെയും വെട്ടിത്തിളങ്ങുന്ന തൻ്റെ ജടാഭാരത്തിൻ്റെ കെട്ടഴിച്ച് ആ ജടയെ നിലത്ത് ആഞ്ഞടിച്ചു. ഭഗവാൻ ശ്രീശിവൻ ജടകളെ നിലത്തടിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു വലിയ ഭൂതം ഉദ്ഭവിച്ചു. ആ ഭൂതത്തിൻ്റെ ശരീരം അസാമാന്യമാം വിധം ബൃഹത്തായിരുന്നു. ആകാശത്തെ തൊട്ടുരുമ്മുന്ന ശിരസ്, അനേകം കൈകൾ,
മേഘം പോലെ കറുത്തിരുണ്ട ശരീരം, അതികഠിനമായ പ്രകാശത്തോടു കൂടിയതും സൂര്യസമാനവുമായ 3 കണ്ണുകൾ, അതിഭയങ്കരങ്ങളായ ദംഷ്ട്രകൾ, ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനമായ തലമുടികൾ, മനുഷ്യരുടെ തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല, ഓരോരോ കൈകളിൽ ഉയർത്തിപ്പിടിച്ച ഓരോരോ ആയുധങ്ങൾ എന്നീ വിധത്തിലെല്ലാം കാണപ്പെട്ട വീരഭദ്രൻ എന്ന ആ മഹാഭൂതത്തിന് സർവസംഹാരശേഷിയുണ്ടെന്ന് സുവ്യക്തമായിരുന്നു. ശിവൻ തൻ്റെ കോപത്തെ പ്രകടിപ്പിക്കുകയാണ്. ചാടി അങ്ങോട്ട് എണീറ്റു. ഇതൊക്കെ സ്പോണ്ടേനിയസ് റിയാക്ഷനാണ്, ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല. ചിന്തയിലൂടെ ചെയ്യുന്ന പ്രവർത്തികളല്ല ഇതൊക്കെ, ചിന്താതീതമായ തലത്തിൽ നിന്നുള്ള പ്രവർത്തികളാണ്. അദ്ദേഹം ചാടി എണീറ്റു, അട്ടഹസിച്ചു, ചുണ്ടൊന്ന് കടിച്ചു. ദേഷ്യം അടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചുണ്ട് കടിച്ചു പിടിച്ചു. ചുണ്ട് കടിക്കുമ്പോൾ വേദന ഉണ്ടാവും, അപ്പോൾ ദേഷ്യം കൂടും. അപ്പോൾ ചുണ്ട് കടിച്ചു പിടിച്ചു ദ്രുതഗതിയിൽ. പെട്ടെന്നാണ് ഇത് കേട്ട ഉടനെ ഇമ്മീഡിയറ്റ് റിയാക്ഷനാണ്. ചാടി എഴുന്നേറ്റ വൻ ജടാഭാരത്തോടു കൂടിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, വൻ ജടാഭാരത്തോടു കൂടിയ, ചെറിയ ജടയൊന്നുമല്ല, വൻ ജടാഭാരം, പുരാതനൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എത്ര കാലം പഴക്കമുണ്ട് എന്ന് ആർക്കും അറിയാത്ത അത്രയും കാലം പഴക്കത്തോടു കൂടിയ ആൾ. അതുകൊണ്ട് ആ ശിവനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വൃദ്ധൻ. ശരിക്കുമുള്ള വൃദ്ധൻ ശിവനാണ്. എത്ര കാലമായി എന്ന് ആർക്കും അറിയില്ല. ശ്രീ പരമേശ്വരൻ പരിഹാസപൂർവ്വം ആ ജടയോടുകൂടിയ, വലിയ ജടാഭാരത്തോടു കൂടിയ ശ്രീ പരമേശ്വരൻ കീഴ്ചുണ്ട് കടിച്ചമർത്തി ചാടി എണീറ്റ് പരിഹാസപൂർവ്വം അട്ടഹസിച്ചു. എന്താ ഈ പരിഹാസം? അത്രയ്ക്കായോ എന്നുള്ളതാണ്. ഋഭുക്കളെ കുറിച്ചൊക്കെ കേട്ടപ്പോഴുണ്ടായിട്ടുള്ള പരിഹാസമാണ്. എൻ്റെ പാർഷദന്മാരെ ഓടിക്കത്തക്ക വിധത്തിലായോ എന്നാണ് ആ പരിഹാസം. അല്ലാതെ ഭാര്യ മരിച്ചതിൽ പരിഹാസം ഉണ്ടാകാൻ വഴിയില്ല. അപ്പൊ ദുഃഖമല്ല ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ദുഃഖം കോപത്തിൻ്റെ രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ശിവന്റെ കോപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശിവൻ എന്ത് ചെയ്തു? ചാടി എണീറ്റിട്ട് തൻ്റെ മിന്നൽ പിണരു പോലെയും അഗ്നിജ്വാല പോലെയും വെട്ടിത്തിളങ്ങുന്ന തൻ്റെ ജടാഭാരത്തിൻ്റെ കെട്ടഴിച്ച്. ഈ കഥ വെറുതെ കേട്ടാ പോരാ, ഈ കഥ മനസ്സിൽ നടമാടണം. കേൾക്കുമ്പോൾ തന്നെ ഇത് മനസ്സിൽ നടമാടിയാൽ ഇതിൻ്റെ സത്ത നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുകയും ആ സ്വാംശീകരണം നമ്മളിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യും. അതിനാണ് ഇത് കേട്ടാൽ മാത്രം പോരാ, മനോമുകുരത്തിൽ ഇത് കാണുകയും വേണം എന്ന് പറയുന്നത്. അങ്ങനെ വൻ ജടാഭാരത്തോടു കൂടിയ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരിഹാസപൂർവ്വം അട്ടഹസിച്ചു. മിന്നൽ പിണർ പോലെയും അഗ്നിജ്വാല പോലെയും വെട്ടിത്തിളങ്ങുന്ന തൻ്റെ ജടാഭാരത്തിൻ്റെ കെട്ടഴിച്ച് ആ ജടയെ നിലത്ത് ആഞ്ഞ് അടിച്ചു. അവിടെ ഋഭുക്കളെ സൃഷ്ടിച്ചത് ഹോമാഗ്നിയിൽ നിന്നാണല്ലോ. അപ്പോൾ ഇവിടെ ശിവൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. സംഹാരകർത്താവായ ശിവന്റെ സൃഷ്ടി സംഹാരപ്രധാനമാകാതിരിക്കാൻ തരമില്ല. അപ്പം സംഹാരകർത്താവായ ശിവൻ തൻ്റെ ജടയഴിച്ച് താഴെ ഒന്ന് ആഞ്ഞടിച്ചു. ഭഗവാൻ ശ്രീ ശിവൻ ജടകളെ നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നൊരു വലിയ ഭൂതം ഉദ്ഭവിച്ചു. ആദ്യം കാണുന്ന ഒരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ആകാരം കുറച്ചൊക്കെ വ്യക്തമായി തുടങ്ങുക. ആ ഭൂതത്തിൻ്റെ ശരീരം അസാമാന്യമാം വിധം ബൃഹത്തായിരുന്നു. അസാമാന്യമാം വിധം ബൃഹത്തായിരുന്നു. സാമാന്യമായ വിധം ബൃഹത്താണെങ്കിൽ നമുക്കൊക്കെ ഒന്ന് വർണ്ണിച്ചെടുക്കായിരുന്നു. പക്ഷേ അസാമാന്യമാം വിധം ബൃഹത്തായ ഒരു സാധനം അവർണ്ണനീയമാണ്. അപ്പം അതിൻ്റെ വലിപ്പം എത്രയെന്ന് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. ആദ്യന്തവിഹീനനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ, സംഹാരകർത്താവായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ സൃഷ്ടി ഇത്രയെന്ന് കൃത്യമായി പറയാൻ പറ്റാത്തതാകുന്നു. വെട്ടിത്തിളങ്ങുന്ന തൻ്റെ ജടാഭാരത്തിൻ്റെ കെട്ടഴിച്ച് ആ ജടയെ നിലത്താഞ്ഞടിച്ചു. ഭഗവാൻ ശ്രീശിവൻ ജടകളെ നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നൊരു വലിയ ഭൂതം ഉദ്ഭവിച്ചു. ആ ഭൂതത്തിൻ്റെ ശരീരം അസാമാന്യമാം വിധം ബൃഹത്തായിരുന്നു. ഇനി നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. പെട്ടെന്ന് കാണുമ്പോഴാണ് അസാമാന്യമാം വിധം ബൃഹത്തായിട്ട് തോന്നുന്നത്. ഇനി സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്താ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്? ആകാശത്തെ തൊട്ടുരുമ്മുന്ന ശിരസ്, ആകാശത്തെ തൊട്ടുരുമ്മുന്ന ശിരസ്.
അനേകം കൈകൾ എണ്ണാൻ പറ്റില്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്കും കൈകൾ. മേഘം പോലെ കറുത്തിരുണ്ട ശരീരം, അതികഠിനമായ പ്രകാശത്തോടു കൂടിയതും സൂര്യസമാനവുമായ 3 കണ്ണുകൾ. ആ അതികഠിനമായ പ്രകാശത്തോടു കൂടിയത്, അപ്പം ആർക്കും കണ്ണി നോക്കാൻ പറ്റില്ല, അത്രയും പ്രകാശത്തോടു കൂടിയ കണ്ണുകൾ. സൂര്യസമാനവുമായ 3 കണ്ണുകൾ, അതിഭയങ്കരങ്ങളായ ദംഷ്ട്രകൾ, ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനമായ തലമുടികൾ. അഗ്നിയാണോ തലമുടി എന്ന് തോന്നിപ്പോകത്തക്ക വിധത്തിലുള്ള തലമുടികൾ. മനുഷ്യരുടെ തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല, ഓരോരോ കൈകളിലും ഉയർത്തിപ്പിടിച്ച ഓരോരോ ആയുധങ്ങൾ. അതും കൃത്യമായിട്ട് ഒറ്റനോട്ടത്തിൽ ഇന്ന ആയുധങ്ങളൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കുണ്ട് കൈകളും, അത്രയ്ക്കുണ്ട് ആ കയ്യിലെ ആയുധങ്ങളും. എന്നീ വിധത്തിലെല്ലാം കാണപ്പെട്ട വീരഭദ്രൻ. ഇത്രയൊക്കെ ഘോരമായ ഒരു ഭൂതത്തിന് പേരിട്ടിരിക്കുകയാണ് ഭദ്രൻ. അപ്പം ഇത് കാണുമ്പമുള്ള ആ ഭീകരതയേ ഉള്ളൂ, ഇതും മംഗളം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. വീരഭദ്രൻ എന്ന ആ മഹാഭൂതത്തിന് സർവസംഹാരശേഷിയുണ്ടെന്ന് സുവ്യക്തമായിരുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതിനെ കണ്ടാൽ തന്നെ അറിയാം അതിന് എല്ലാ വിധത്തിലുള്ള സംഹാര ശക്തിയും ഉണ്ട് എന്ന്. നമുക്ക് ആ ഭാഗം ഒന്നും കൂടി വായിക്കാം. ഇതൊക്കെ ആവർത്തിച്ച് വായിക്കുമ്പം, കേൾക്കുമ്പം ഈ ഭാവന മനസ്സിൽ വിരിയുകയും വീരഭദ്രൻ്റെ രൂപത്തെ മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ, അതാണ് ധ്യാനം. നമുക്ക് ആ വീരഭദ്രൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നമുക്കുള്ള മോശമായ കാര്യങ്ങൾ, നമ്മളിലുള്ള മോശമായ കാര്യങ്ങൾ ആ ഭാവന കൊണ്ട് തന്നെ ഇല്ലാതാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം ഒന്നുകൂടി കേൾക്കാം. കോപാവിഷ്ഠനായ, കോപം അതുകൊണ്ട് മോശമായ കാര്യമല്ല, നമ്മുടെയൊക്കെ കോപം മോശമാണ്, പക്ഷെ അല്ലെങ്കിൽ കോപം മോശമായ കാര്യമല്ല. കോപാവിഷ്ടനായി ചുണ്ടുകടിച്ച് പിടിച്ച് കൊണ്ട് ദ്രുതഗതിയിൽ ചാടി എഴുന്നേറ്റ, മനസ്സിൽ കാണണം ഇത്, ദ്രുതഗതിയിൽ ചാടി എഴുന്നേറ്റ വൻ ജടാഭാരത്തോടു കൂടിയ ഭഗവാൻ ശ്രീ ശിവൻ. വൻ ജടാഭാരത്തോടു കൂടിയ ശിവൻ, തലയ്ക്ക് വലിയ ഭാരമുള്ള ആളാണ്, പക്ഷെ ദ്രുതഗതിയിലാണ് ചാടി എണീറ്റത്. പരിഹാസപൂർവം അട്ടഹസിച്ചു. പറ്റിയാൽ ഇത് കേൾക്കുകയും ചെയ്യാം, ഈ അട്ടഹാസം മനക്കാതിൽ അത് കേൾക്കാം. മിന്നൽ പിണർ പോലെയും അഗ്നിജ്വാല പോലെയും വെട്ടിത്തിളങ്ങുന്ന തൻ്റെ ജടാഭാരത്തിൻ്റെ കെട്ടഴിച്ച് ആ ജടയെ നിലത്ത് ആഞ്ഞടിച്ചു. ഭഗവാൻ ശ്രീശിവൻ ജടകളെ നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നൊരു വലിയ ഭൂതം ഉദ്ഭവിച്ചു. ആ ഭൂതത്തിൻ്റെ ശരീരം അസാമാന്യമാം വിധം ബൃഹത്തായിരുന്നു. ആകാശത്തെ തൊട്ടുരമുന്ന ശിരസ്, അനേകം കൈകൾ, മേഘം പോലെ കറുത്തിരുണ്ട ശരീരം, അതികഠിനമായ പ്രകാശത്തോടു കൂടിയതും സൂര്യസമാനവുമായ 3 കണ്ണുകൾ, കറുത്ത ശരീരം, അതിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യസമാനമായ നോക്കാൻ പ്രയാസകരമായിട്ടുള്ള 3 കണ്ണുകൾ, അതിഭയങ്കരങ്ങളായ ദംഷ്ട്രകൾ. അപ്പോൾ അവിടെ ഒരു കളർ പ്ലേ കാണാം, കറുപ്പും വെളുപ്പും, ഇരുളും പ്രകാശവും, ഇതൊക്കെ നമുക്ക് അവിടെ സമന്വയിക്കുന്നതായി കാണാം. ജ്വലിക്കുന്ന അഗ്നിക്ക് സമാനമായ തലമുടികൾ, മനുഷ്യരുടെ തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല, ഓരോരോ കൈകളിൽ ഉയർത്തിപ്പിടിച്ച ഓരോരോ ആയുധങ്ങൾ എന്നീ വിധത്തിലെല്ലാം കാണപ്പെട്ട വീരഭദ്രൻ എന്ന ആ മഹാഭൂതത്തിന് സർവസംഹാരശേഷിയുണ്ടെന്ന് സുവ്യക്തമായിരുന്നു. അഞ്ജലീബദ്ധനായി നിന്നുകൊണ്ട് ഈ മഹാഭൂതം ആകാശത്തെ തൊട്ടുരുമ്മുന്ന ശിരസോടുകൂടിയ അനേകം കൈകളോടുകൂടിയ നേരത്തെ വർണ്ണിച്ച ആ ഭൂതം അഞ്ജലീബദ്ധനായി, സർവസംഹാര ശേഷിയുള്ള ആ ഭൂതം അഞ്ജലീബദ്ധനായി നിന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്ന് കൽപ്പിച്ചാലും എന്നപേക്ഷിക്കുന്ന വീരഭദ്രനോട് ഭൂതനാഥനായ ഭഗവാൻ ശ്രീരുദ്രൻ ഇങ്ങനെ കൽപ്പിച്ചു. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അഞ്ജലീബദ്ധനായി നിന്നുകൊണ്ട് ഞാൻ എന്തു ചെയ്യണമെന്നു കൽപ്പിച്ചാലും എന്നപേക്ഷിക്കുന്ന വീരഭദ്രനോട് ഭൂതനാഥനായ ഭഗവാൻ ശ്രീരുദ്രൻ ഇങ്ങനെ കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? സകലർക്കും ഭയമുളവാക്കാൻ കഴിവുള്ള യോദ്ധാവേ,
സകലർക്കും, മഹാദേവൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയമുളവാക്കാൻ കഴിവുള്ള യോദ്ധാവേ. ഇത് വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവിടെ എങ്ങാനും ഇതേപോലത്തെ ആകൃതിയോടുകൂടി വീരഭദ്രൻ എങ്ങാനും പ്രത്യക്ഷപ്പെട്ടാൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാണ്. പേടിച്ചോ എന്ന് പോലും നമുക്കൊരു പക്ഷെ തിരിച്ചറിയാൻ സമയമുണ്ടായി എന്ന് വരില്ല. അത്രയും ഭയത്തെ ഉളവാക്കാൻ ശക്തിയുള്ള രൂപം. എന്തിനാ ഇങ്ങനെയുള്ള രൂപങ്ങളെയൊക്കെ ധ്യാനിക്കാൻ പറയണത്? സൗമ്യമായ രൂപങ്ങളെ മാത്രം ധ്യാനിക്കാൻ പറഞ്ഞാൽ പോരെ? എന്തിനാ നമ്മുടെ പുരാണങ്ങളിൽ സൗമ്യവും സൗമ്യേതരവുമായ ദേവതാരൂപങ്ങളുള്ളത്? അതൊന്ന് ചിന്തിക്കേണ്ടതാണ്. മനുഷ്യരുടെ മനസ്സ് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ആ രണ്ട് തരത്തിൽ ബ്രോഡായിട്ട്, പിന്നെ അതിൻ്റെ ചേരുവകളോട് കൂടിയിട്ടും ക്രിയാത്മകവും ക്രിയേറ്റീവും സംഹാരാത്മകവും ഡിസ്ട്രക്റ്റീവുമായിട്ടുള്ള മനസ്സോടു കൂടിയവരാണ് പൊതുവെ മനുഷ്യർ. ഇത് രണ്ടിൻ്റെയും ചേരുവകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. അതിൽ ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസികൾ കൂടുതലുള്ളവർക്ക്, നശീകരണാത്മകത, സംഹാരാത്മകത കൂടുതലുള്ളവർക്ക് ആ സംഹാരണാത്മകതയെ മറികടക്കുവാൻ, ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസീസിനെ മറികടക്കുവാൻ ഈ ഘോര ഭയാനകമായ രൂപങ്ങളെ ധ്യാനിക്കണം. ഇതിനെ ധ്യാനിക്കുമ്പം ഈ ഘോര ഭയാനകമായ രൂപങ്ങളെ ധ്യാന വിഷയമാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സംഹാരാത്മകത ട്രാൻസ്ഫോംഡ് ആവും. അത് ക്രിയേറ്റീവായിട്ട് മാറും. അപ്പോൾ ക്രിയേറ്റീവ് മനസ്സോടു കൂടിയവരാണെങ്കിൽ അവരാണ് സൗമ്യരായിട്ടുള്ള ദേവതകളെ ധ്യാനിക്കുക. ഇത് രണ്ടിൻ്റെയും ചേരുവകളോട് കൂടിയതാണ് മനസ്സുകൾ. അതുകൊണ്ട് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിൽ സൗമ്യ സംഹാര ഭാവങ്ങളുടെ ഒരു വിവിധ തരത്തിലുള്ള സമന്വയം കാണാൻ സാധിക്കും. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ളവരാണ് നമ്മളെല്ലാം. എനിക്ക് യോജിക്കുന്നത് നിങ്ങൾക്ക് യോജിച്ചു കൊള്ളണമെന്നില്ല. അപ്പം മഹാമനീഷികളായ മഹർഷീശ്വരന്മാർ എൻ്റെ രക്ഷ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ രക്ഷ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും രക്ഷപ്പെടുവാൻ വേണ്ടുന്ന ധ്യാനരൂപങ്ങൾ ഈ സമ്പ്രദായത്തിൽ ഉണ്ടാകും. അതിലൊന്നാണ് ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്നാണ് ഇപ്പം വർണ്ണിച്ച് കേൾപ്പിച്ചത്. ഇതേപോലെ പല ഭാവങ്ങളുമുണ്ട്, ഇതൊരു ഭാവം മാത്രം. അഞ്ജലീബദ്ധനായി നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും എന്ന് അപേക്ഷിക്കുന്ന വീരഭദ്രനോട് ഭൂതനാഥനായ ഭഗവാൻ ശ്രീരുദ്രൻ ഇങ്ങനെ കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യവും കൂടി വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇങ്ങനത്തെ ഭയാനകമായ രൂപങ്ങൾ നമുക്ക് കാണാനിടയായാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, മഹാദേവനെ സ്മരിച്ചാൽ മതി. മഹാദേവന്റെ സാന്നിധ്യമുള്ളിടത്ത് മഹാസംഹാരശേഷിയുള്ള ഭൂതഗണങ്ങൾ പോലും അഞ്ജലീബദ്ധരായി തീരും. അതും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ധ്യാനാവസ്ഥയിൽ ഇതേപോലത്തെ ഭയാനകമായ രൂപങ്ങളുടെ ദർശനങ്ങൾ ചിലപ്പം ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ ഭയപ്പെടേണ്ട. പരമമായ ഈശ്വരനെ ധ്യാന വിഷയമാക്കിയാൽ മതി. കാരണം ആ പരമമായ പൊരുളിൻ്റെ, മഹാദേവൻ്റെ സന്നിധിയിൽ ഈ മഹാസംഹാരശേഷിയുള്ള ഭൂതങ്ങൾ വിനീതരായി അഞ്ജലീബദ്ധരായി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന വീരഭദ്രനോട് ശ്രീരുദ്രൻ ഇങ്ങനെ കൽപ്പിച്ചു: സകലർക്കും ഭയമുളവാക്കാൻ കഴിവുള്ള യോദ്ധാവേ, നീ എൻ്റെ അംശജാതനാകുന്നു. ഭഗവാന്റെ ജട തറയിലടിച്ചപ്പോൾ ഉദ്ഭൂതനായയാളാണ് വീരഭദ്രൻ, ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പം ഇത്രയും സംഹാരശേഷിയുള്ള ഭാവങ്ങളെ ഉള്ളിലൊതുക്കി സൗമ്യനായി നിലകൊള്ളുന്നവനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ. അപ്പോൾ ഭഗവാന്റെ സൗമ്യത ഈ ഭയാനകതയെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് എന്നുള്ളതും നമ്മൾ ഓർക്കണം. നീ എൻ്റെ അംശജാതനാകുന്നു, നീ എൻ്റെ ഭടന്മാരുടെ അഗ്രഗണ്യനായിരിക്കുക, ദക്ഷനെയും അവൻ നടത്തുന്ന യജ്ഞത്തെയും നാമാവശേഷമാക്കുക.
ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം, ഇവിടെ നമ്മൾ ലിറ്റിൽ ഈഗോയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇതെല്ലാം ദേഷ്യത്തിൻ്റെ കളിയാണ്. ദക്ഷൻ മാനിച്ചില്ല, ശിവൻ ദക്ഷനെ വേണ്ടതുപോലെ മാനിച്ചില്ല, ശിവൻ കോപിച്ചു, അപമാനിച്ചു. ശിവനെ അപമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് ശിവപത്നിയായ തൻ്റെ പുത്രിയെ അപമാനിച്ചു. അവമാനം സഹിക്കാൻ വയ്യാതെയായപ്പം സതീദേവി ആത്മാഹൂതി ചെയ്തു. സതീദേവി ആത്മാഹൂതി ചെയ്തപ്പം പാർഷദന്മാർ കോപിച്ചു. അവരുടെ കോപം കണ്ടപ്പോൾ ഹോമാഗ്നിയിൽ നിന്ന് ഭൃഭുക്കളെ ജനിപ്പിച്ചു. ഭൃഭുക്കൾ അവരെ ഓടിപ്പിച്ചു. ആ ഓടിപ്പിച്ച വർത്തമാനം നാരദൻ വന്ന് പറഞ്ഞത് കേട്ടപ്പം ശിവൻ കോപിച്ചു. ഒരാൾക്കുണ്ടായിട്ടുള്ള ദേഷ്യവും അവമാനവും മാലപ്പടക്കം പോലെ പടർന്നു പിടിക്കുന്നത് നമുക്കിവിടെ കാണാം.